ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ സിലബസിൽ നിന്നും പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ടോപ്പിക്ക് പഠിക്കുന്നത് ബേസ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പം ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ വേണ്ടത് എന്നത് പറയുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, അതുപോലെ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ തുടങ്ങിയ ടോപ്പിക്ക്, അതായത് 10 മാർക്കിൽ നിന്നാണ് ഈ ഒരു 3 ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസ് ലെവലുള്ള ചോദ്യങ്ങൾ തൊട്ട് ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സിലബസ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് നമ്മളെ ഫോളോ ചെയ്ത് പഠിച്ചു വരാൻ സാധിക്കും. LGSനൊക്കെ വേണ്ടിയിട്ട് പഠിച്ച് ഏകദേശം റിവിഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കതൊരു റിവിഷൻ ക്ലാസ് കൂടിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഈ 3 ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 50 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പം 50 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. ഒരുപാട് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. രണ്ടാമത്തെ ചോദ്യം: വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം. ഉത്തരം പ്ലാസി യുദ്ധമാണ്. 1757 പ്ലാസി യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 ഇയർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. 1757 പ്ലാസി യുദ്ധം. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്: പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരല്ല? പ്ലാസി യുദ്ധം നടന്നത്, പ്ലാസി യുദ്ധത്തിന് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാമാണെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം ബംഗാൾ നവാബ് സിറാജുദ്ദൗളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. റോബർട്ട് ക്ലൈവ് ആണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്. പരാജയപ്പെട്ടത്, പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരാണ്? ബംഗാൾ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയാണ് പരാജയപ്പെട്ടത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. അടുത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1600. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. ഏഴാമത്തെ ചോദ്യം: ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ. ലാൽ ബാൽ പാൽ, ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ: ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. ലാൽ എന്നുള്ളത് ലാല എന്നുള്ളതിൻ്റെ ലാല ലജ്പത് റായിയുടെ ലാൽ, അതുപോലെ തന്നെ ബാലഗംഗാധർ തിലകിൽ നിന്നുള്ള ബാല, പിന്നെ ബിപിൻ ചന്ദ്രപാലിൻ്റെ
പാൽ. അതാണ് ലാൽ, ബാൽ, പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ദാദാഭായി നവറോജി. ദാദാഭായി നവറോജി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി ആരാണ്? ക്യാനിങ് പ്രഭു. ഉത്തരം ക്യാനിങ് പ്രഭു. പത്താമത്തെ ചോദ്യമാണ് അടുത്തത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ഉത്തരം കഴ്സൺ പ്രഭു. അപ്പൊ നമ്മള് ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അത് എന്നാണ് ബംഗാൾ വിഭജനം നടന്നത്? 1905 നടന്നത്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയായിരുന്നു ചോദ്യം? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, മൊണ്ടേക് ചെംസ്ഫോർവേഡ് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം. 1919. മൊണ്ടേക് ചെംസ്ഫോർവേഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം 1919. അടുത്തത്, ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര്. ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് എന്താണ്? ജനറൽ റെജിനാൾഡ് ഡയർ. ജനറൽ റെജിനാൾഡ് ഡയർ. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു. ആ കൂട്ടക്കൊല അല്ലെങ്കിൽ ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? ജനറൽ റെജിനാൾഡ് ഡയർ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. PSC പരീക്ഷകളിൽ സ്ഥിരം കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം 1915 ജനുവരി 9. 1915 ജനുവരി 9. അടുത്തത്, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം. അടുത്തത്, അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ. അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അലി സഹോദരന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയതെന്ന്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് 1920 എന്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി എത്തിയത്? ഖിലാഫത്ത് പ്രസ്ഥാനം. 1920 ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരളത്തിൽ ആദ്യമായി എത്തിയത്. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി. മഹാത്മാഗാന്ധിയുടെ
ആത്മകഥയുടെ പേരെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഇത് ഗുജറാത്തി ഭാഷയിലായിരുന്നു. ഇത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ്? മഹാദേവ ദേശായി. സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു. മഹാദേവ ദേശായി. 20ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം, ബെൽഗാം സമ്മേളനം 1920. ബെൽഗാം സമ്മേളനം 1924 നടന്നതാണ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമാണിത്. അടുത്തത്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ്, ബാലഗംഗാധര തിലകൻ. അടുത്തത്, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. 1917 കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റത്. അടുത്തത്, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് 24ാമത്തെ ചോദ്യമാണ്, സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. അടുത്തത്, ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. CR ദാസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം, ഐക്യം, വിശ്വാസം, ത്യാഗം. 29ാമത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് രക്തം നൽകൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. അടുത്തത് 30ാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ദ ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി. ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? 1930. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? 1930. ഗാന്ധി ഇർവിയൻ സന്ധി നടന്ന വർഷം 1931. 35ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. 36ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. 1929 നടന്ന ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത്. അടുത്ത ചോദ്യം,
വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോൾ? 1916 കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ. 1916 കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ. അടുത്തത് 50-ാമത്തെ ചോദ്യമാണ്. കുണ്ടറ വിളംബരം 1809 പ്രഖ്യാപിച്ചത്. ആരാണിത് പ്രഖ്യാപിച്ചത്? കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. ഉത്തരം വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം ഏത് വർഷമാണ്? 1809 1809 കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് കലാപത്തിനെതിരെ നടന്ന ആദ്യ കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപം 1721. 1721 കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്തത് 42-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം. ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം. 1805 നവംബർ 20. 1805 നവംബർ 20. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് അറ്റ്ലി. ക്ലെമന്റ് അറ്റ്ലി. 44-ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഉത്തരം ആചാര്യ JB കൃപാലനി. ആചാര്യ JB കൃപാലനി. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി. മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക അരുണ ആസിഫ് അലി മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അടുത്തത് 47-ാമത്തെ ചോദ്യം, ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ്? ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി 30. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രശില്പി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ്. മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. അടുത്ത ചോദ്യം 50-ാമത്തെ ചോദ്യമാണ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതും ദേശീയ പ്രസ്ഥാനം തുടങ്ങിയ വിവിധ ടോപ്പിക്കുകളിൽ നിന്ന് 10 മാർക്കിനാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളുള്ളത്. അതിൽ നിന്നുള്ള 50 ചോദ്യങ്ങളാണ് പഠിച്ചത്. ബേസ് ലെവലിലുള്ളതാണ്. ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവർക്ക് എളുപ്പത്തിൽ ടോപ്പിക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള 50 ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം പഠിച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്തിരിക്കുന്നവർക്കൊരു റിവിഷൻ ക്ലാസ് പോലെയുമാണ് ഇന്നത്തെ ഈ 50 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം സിലബസിലെ മറ്റൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.